ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഉഹദ് യുദ്ധദിനത്തോളം കഠിനമായ മറ്റൊരു ദിനം അങ്ങയുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ടോ? ഇല്ലെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ചോദ്യം. കാരണം ഉഹദ് യുദ്ധത്തിൽ അത്രക്കും വലിയ ഭീഷണിയുടെ മുമ്പിലായിരുന്നുവല്ലോ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹിജ്റ 3 നടന്ന ഈ യുദ്ധം പ്രതീക്ഷിച്ചതിലും നേരത്തെ വിജയം കണ്ടതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ യുദ്ധതന്ത്രം വിജയം കണ്ടു. മുകളിൽ നിന്ന് ആക്രമിക്കുവാൻ 50 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുന്നിൻ മുകളിൽ നിർത്തിയിരുന്നു. അവർ അക്കാലത്തെ ഏറ്റവും വലിയ ആയുധമായിരുന്നു അമ്പും വില്ലും ഉപയോഗിച്ച് അമ്പുമഴ പെയ്യിക്കുവാൻ തുടങ്ങിയതോടെ ശത്രുക്കൾ ചിതറി. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലാത്ത ആ ആക്രമണത്തിൽ അവർ പിന്തിരിഞ്ഞ് ജീവനും കൊണ്ടോടി. യുദ്ധം നിന്നു. സ്വഹാബിമാർ ഗനീമത്തുകൾ സ്വരുക്കൂട്ടുവാൻ തുടങ്ങി. ഇതുകണ്ട കുന്നിൻ മുകളിലുള്ളവർ താഴേക്കിറങ്ങുവാൻ ഭാവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാൽ സമ്മതം ലഭിക്കാതെ ഇറങ്ങരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും യുദ്ധം കഴിഞ്ഞതിനാൽ ഇനിയും കുന്നിൽ നിൽക്കുന്നതിനു പ്രസക്തിയില്ല എന്നു ചിലർ കരുതി. അവർ കുന്നിറങ്ങി. തോറ്റോടിയ പട അത് കണ്ടു. തങ്ങളെ തോൽപ്പിച്ച അതേ കുന്നിൻ മുകളിലേക്ക് അവർ തിരിച്ചു വന്നു. നേരത്തെ മുസ്ലിങ്ങൾ പ്രയോഗിച്ച അതേ തന്ത്രം തന്നെ അവർ ഉപയോഗിച്ചു.